ഒരു കൂറ്റൻ ആനവനിലയം കടലിലൂടെ ഒഴുകി നടക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? ഭൂമിയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് മനുഷ്യവാസം അസാധ്യമായ -50 ഡിഗ്രി തണുപ്പിൽ റഷ്യ ഒരു നിശബ്ദ വിപ്ലവം നടത്തുകയാണ്. ലോകം മുഴുവൻ എണ്ണയ്ക്കും ലിഥിയത്തിനും വേണ്ടി പശ്ചിമേഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും നോക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാത്ത ഈ മരവിച്ച കടലിന് നടുവിൽ റഷ്യ ഒരു വലിയ പന്തയം വെച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു കപ്പലല്ല. ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ലോകത്തെ ഏറ്റവും സങ്കീർണവും അത്ഭുതകരവുമായ ഒരു സാങ്കേതിക വിദ്യയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ട ഹോർമുസ് കടലിടുക്കും ബെൻ ഗുരിയോൺ കനാലും പോലെ തന്നെ ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ നീക്കം. പക്ഷേ ഇത്തവണ റഷ്യയുടെ കയ്യിലുള്ളത് മിസൈലുകളല്ല, മറിച്ച് കടലിലൂടെ ഒഴുകി നടക്കുന്ന ഒരു ആണവനിലയമാണ്. ചില പാശ്ചാത്യ വിമർശകർ ഇതിനെ കടലിലെ ചെർണോബിൽ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ റഷ്യ ഇതിനെ വിളിക്കുന്നത് മനുഷ്യരാശിയുടെ ഭാവി എന്നാണ്. എന്താണ് ഈ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പ്ലാന്റ്? -ഡിഗ്രി തണുപ്പിൽ മരവിച്ച കടലിന് നടുവിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? ഇത്തരമൊരു വൈദ്യുതി പ്ലാന്റിനായി റഷ്യ ഇത്ര വലിയ റിസ്ക് എടുക്കുന്നത് എന്തിനാണ്? ദ തിങ്കിംഗ് മലയാളിയിലേക്ക് സ്വാഗതം. ശാസ്ത്രവും ലോകരാഷ്ട്രീയവും കൂടിച്ചേരുന്ന ഈ സവിശേഷമായ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തിനാണ് റഷ്യ ഇങ്ങനെയൊരു പരീക്ഷണം നടത്തുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആർട്ടിക്കിലെ ഈ മഞ്ഞു പാളികൾക്കിടയിലേക്ക് നോക്കണം. നമ്മൾ ലിഥിയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ടു, ലോകം ഊർജത്തിന് വേണ്ടി പുതിയ വഴികൾ തിരയുകയാണെന്ന്. ആ തിരച്ചിൽ ചെന്ന് നിൽക്കുന്നത് ആർട്ടിക് പ്രദേശത്താണ്. ലോകത്ത് ഇനിയും കണ്ടെത്താത്ത പ്രകൃതിവാതകത്തിന്റെ 30%, എണ്ണയുടെ 13% ഇവിടെയാണുള്ളത്. ഇതിന്റെ ആകെ മൂല്യം $1 ട്രില്യൺ വിലമതിക്കപ്പെടുന്നതായി കണക്കാക്കപ്പെടുന്നു. പക്ഷേ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഈ നിധി ഇരിക്കുന്നത് ആർക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയാത്ത കഠിനമായ തണുപ്പുള്ള ഇടങ്ങളിലാണ്. അവിടെ ഒരു വലിയ ഖനന പ്ലാന്റോ ഫാക്ടറിയോ പ്രവർത്തിപ്പിക്കണമെങ്കിൽ കോടിക്കണക്കിന് വാട്ട് വൈദ്യുതി വേണം. അവിടെ ഒരു സാധാരണ പവർ പ്ലാന്റ് നിർമ്മിക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. കാരണം സിമന്റും മണ്ണും പോലും അവിടെ ഉറച്ചുപോകും. അവിടെ ജോലിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് തന്നെ വലിയൊരു എഞ്ചിനീയറിംഗ് വെല്ലുവിളിയാണ്. അപ്പോഴാണ് റഷ്യയുടെ സയന്റിസ്റ്റുകൾ ആ വിപ്ലവകരമായ ചിന്ത മുന്നോട്ട് വെച്ചത്. പ്ലാന്റ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ പ്ലാന്റിനെ നമുക്ക് കപ്പലിൽ കയറ്റി അങ്ങോട്ട് എത്തിച്ചാലോ? അങ്ങനെയാണ് അക്കാഡമിക് ലൊമോനോസോവ് എന്ന ആശയമുണ്ടാകുന്നത്. ഇത് വെറുമൊരു പവർ പ്ലാന്റ് എന്നതിലുപരി ആർട്ടിക്കിലെ വിഭവങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനായി റഷ്യ തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ കൂടിയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ആഗോള താപനം കാരണം ആർട്ടിക്കിലെ മഞ്ഞുപാളികൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാരിസ്ഥിതികമായി വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും സാമ്പത്തിക മേഖലയിൽ തികച്ചും പുതിയൊരു സാധ്യതയ്ക്കാണ് ഇതിലൂടെ തുടക്കമാകുന്നത്. മഞ്ഞുരുകുന്നതോടെ ആർട്ടിക്കിലൂടെ പുതിയ വ്യാപാര പാതകൾ തെളിയുന്നു. ഈ പാതകളിൽ ആധിപത്യം ഉറപ്പിക്കാൻ സ്ഥിരമായ ഒരു ഊർജ്ജ സ്രോതസ് ആവശ്യമാണ്. ആ തന്ത്രപ്രധാനമായ നീക്കത്തിന്റെ ആദ്യ പടിയാണ് അക്കാദമിക് ലൊമോനോസോവ്. ഇനി ഇതിന്റെ സയൻസിലേക്ക് ആഴത്തിൽ കടക്കാം. ഈ കപ്പലിനുള്ളിൽ 2 KLTT-40S ന്യൂക്ലിയർ റിയാക്ടറുകളാണുള്ളത്. സാധാരണ ആണവ നിലയങ്ങളിലെ ഭീമൻ റിയാക്ടറുകളുടെ ഒരു മിനിയേച്ചർ പതിപ്പാണിതെന്ന് പറയാം. ഓരോ റിയാക്ടറിനും 35 മെഗാവാട്ട് വൈദ്യുതി വീതം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. അതായത് ഒരു ചെറിയ നഗരത്തെ പൂർണ്ണമായും പ്രകാശിപ്പിക്കാൻ ഈ ഒരു കപ്പൽ മതി. എങ്ങനെയാണ് ഇതിൽ നിന്ന് ഊർജമുണ്ടാകുന്നത്? ഇതിനുള്ളിലെ യുറേനിയം ആറ്റങ്ങൾ വിഭജിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ചൂടുപയോഗിച്ച് വെള്ളത്തെ അതിശക്തമായ നീരാവിയാക്കുന്നു. ഈ ഹൈ പ്രഷർ നീരാവി കൂറ്റൻ ടർബൈനുകളെ കറക്കുകയും അതുവഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയും ലളിതമാണെങ്കിൽ എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ ഇത് ചെയ്യുന്നില്ല? അവിടെയാണ് ഇതിന്റെ എഞ്ചിനീയറിംഗ് സങ്കീർണതകൾ വരുന്നത്. സാധാരണ ആണവനിലയങ്ങൾ തണുപ്പിക്കാൻ ധാരാളം വെള്ളം വേണം. ഇവിടെ സമുദ്രത്തിലെ ഉപ്പുവെള്ളം നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം അത് റിയാക്ടറിനെ നശിപ്പിക്കും. അതിനാൽ ഇതിനുള്ളിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൂളിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്.
സമുദ്രജലം ഉപയോഗിച്ച് പരോക്ഷമായി ഈ ലൂപ്പിനെ തണുപ്പിക്കുന്നു. കൂടാതെ ഇതിലെ യുറേനിയം 20% താഴെ മാത്രം സമ്പുഷ്ടീകരിച്ചതാണ്. അതായത് ഒരു അണുബോംബ് പോലെ പൊട്ടിത്തെറിക്കാൻ സാധ്യത വളരെ കുറവായ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ഒരു മൊബൈൽ പവർ പ്ലാന്റാണ്. മറ്റൊരു പ്രധാന സാങ്കേതിക വശം ഇതിന്റെ ഡീസാലിനേഷൻ കപ്പാസിറ്റിയാണ്. ഈ പ്ലാന്റിന് കടൽ വെള്ളത്തെ കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയും. ആർട്ടിക്കിലെ കഠിനമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഖനന തൊഴിലാളികൾക്ക് വൈദ്യുതിക്കൊപ്പം ശുദ്ധജലവും നൽകാൻ ഈ കപ്പലിന് സാധിക്കുന്നു എന്നത് ഇതിന്റെ പ്രായോഗികത വർദ്ധിപ്പിക്കുന്നു. ഈ പ്ലാന്റിന് ആർട്ടിക്കിൽ എത്തിക്കാൻ റഷ്യ ഉപയോഗിക്കുന്നത് അവരുടെ മറ്റൊരു സയൻസ് വിസ്മയമാണ്: ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകൾ. അക്കാഡമിക് ലൊമോനസോവിന് സ്വന്തമായി എഞ്ചിനില്ല. ഇതൊരു ബാർജാണ്. അതിനാൽ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഐസ് ബ്രേക്കറുകൾ ഉപയോഗിച്ചാണ് ഇതിനെ വലിച്ചു കൊണ്ടുപോകുന്നത്. 3 മീറ്റർ കനമുള്ള മഞ്ഞ പാളികളെ കടലാസ് പോലെ കീറിമുറിക്കാൻ ഈ ഐസ് ബ്രേക്കറുകൾക്ക് സാധിക്കും. സയൻസ് മാത്രമല്ല ഇതിന് പിന്നിലെ ലക്ഷ്യം. ആഗോള താപനം കാരണം ആർട്ടിക്കിലെ മഞ്ഞുരുകുമ്പോൾ ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഏറ്റവും ചെറിയ കടൽപാത തുറന്നു കിട്ടും. സിയൂസ് കനാൽ വഴിയുള്ള യാത്രയേക്കാൾ 15 ദിവസം ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കും. ഹോർമൂസ് കടലിടുക്കിന് ബദലായി ഒരു പുതിയ പാത ലോകത്തിന് മുന്നിൽ തുറക്കപ്പെടുകയാണ്. ഈ പാതയെ സംരക്ഷിക്കാനും അവിടെ ഖനനം നടത്തുന്നവർക്ക് ഊർജം നൽകാനുമാണ് ഈ ഫ്ലോട്ടിംഗ് പ്ലാന്റ് അവിടെ നങ്കൂരമിട്ടിരിക്കുന്നത്. റഷ്യയുടെ ഈ നീക്കം ശരിക്കും ഭാവിയിലേക്കുള്ള ഒരു മുൻകൂർ നിക്ഷേപമാണ്. ഭൗമരാഷ്ട്രീയമായി നോക്കിയാൽ റഷ്യ തങ്ങളുടെ ഉത്തര അതിർത്തി സുരക്ഷിതമാക്കുകയാണ്. വടക്കൻ സമുദ്രപാതയിൽ നിയന്ത്രണം ലഭിക്കുന്നതിലൂടെ ആഗോള വ്യാപാരത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയും. അമേരിക്കയും സഖ്യകക്ഷികളും ഈ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യ ഇത്തരം സാങ്കേതിക വിദ്യകൾ വിന്യസിക്കുന്നത് ആഗോള മത്സരത്തിൽ അവരുടെ നിലപാട് ശക്തിപ്പെടുത്തുന്ന ഒരു നീക്കമായി കാണപ്പെടുന്നു. കടലിലൊരു ആണവ നിലയം വയ്ക്കുമ്പോൾ ഏറ്റവും വലിയ പേടി സുനാമിയെയും ഐസ്ബർഗുകളെയുമാണ്. റഷ്യ ഇതിനെ എങ്ങനെയാണ് മറികടന്നത്? ഇതിന്റെ പുറംതോട് ഇരട്ട പാളികളുള്ളതാണ്. ഏറ്റവും വലിയ കപ്പലുകൾ വന്നിടിച്ചാലും റിയാക്ടറിന് ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ഇതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതിലെ പാസീവ് സേഫ്റ്റി സിസ്റ്റംസ് ആണ്. ഒരു വലിയ അപകടം സംഭവിച്ച് പ്ലാന്റിലെ വൈദ്യുതി പൂർണ്ണമായും നിലച്ചാൽ പോലും മനുഷ്യ സഹായമില്ലാതെ തന്നെ റിയാക്ടറിനെ തണുപ്പിക്കാൻ ഇതിന് സാധിക്കും. ഗുരുത്വാകർഷണം ഉപയോഗിച്ച് വെള്ളം തനിയെ റിയാക്ടറിലേക്ക് ഒഴുകിയെത്തുന്ന സംവിധാനമാണിത്. എങ്കിലും പരിസ്ഥിതി പ്രവർത്തകർ ഇതിനോട് ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ആർട്ടിക്കിലെ അതിശൈത്യത്തിൽ ചെറിയൊരു റേഡിയേഷൻ ചോർച്ചയുണ്ടായാൽ പോലും അത് ആർട്ടിക്കിലെ പരിസ്ഥിതിയെ സാരമായി ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് ഗ്രീൻ പീസ് പോലുള്ള സംഘടനകൾ ഇതിനെ ടൈറ്റാനിക് ഓൺ ഐസ് എന്ന് വിളിക്കുന്നത്. അമേരിക്കയും നോർവേയും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയുടെ ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇത് കേവലം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മാത്രമല്ല, മറിച്ച് ആർട്ടിക് മേഖലയിലെ വിഭവങ്ങൾക്ക് മേൽ റഷ്യ നിർണായക സ്വാധീനം ഉറപ്പിക്കുമോ എന്ന ഭൗമരാഷ്ട്രീയമായ ഉത്കണ്ഠ കൂടിയാണ്. മറ്റൊരു വലിയ വെല്ലുവിളി ഈ കപ്പലിന്റെ ഔദ്യോഗിക കാലാവധി കഴിയുമ്പോൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെ സുരക്ഷിതമായി അവസാനിപ്പിക്കുമെന്നതാണ്. 40 വർഷത്തെ സേവനത്തിന് ശേഷം ഇതിലെ റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴും സങ്കീർണവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമാണ്. സാധാരണ കരയിലുള്ള ഒരു പ്ലാന്റിൽ എന്തെങ്കിലും സാങ്കേതിക തകരാർ സംഭവിച്ചാൽ നടത്തുന്നതുപോലെ എളുപ്പത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ കടലിന് നടുവിൽ കഴിയില്ല എന്നതും ഇതിന്റെ വലിയൊരു റിസ്ക് ഫാക്ടറാണ്. റഷ്യയുടെ ഈ നീക്കം വെറുമൊരു പ്രാദേശിക പദ്ധതിയല്ല. ഇത് മറ്റ് രാജ്യങ്ങളെയും സമാനമായ പരീക്ഷണങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ചൈന ഇപ്പോൾ തന്നെ സ്വന്തമായി ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പ്ലാന്റുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകുകയാണ്. ദക്ഷിണ ചൈന കടലിലെ തർക്കപ്രദേശങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇത്തരം മൊബൈൽ ഊർജ കേന്ദ്രങ്ങൾ അവർക്ക് ആവശ്യമാണ്. അമേരിക്കയാകട്ടെ ഈ സാങ്കേതിക വിദ്യയെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്.
സൈനിക ആവശ്യങ്ങൾക്കായി ചെറിയ ന്യൂക്ലിയർ റിയാക്ടറുകൾ വികസിപ്പിക്കാൻ പെന്റഗൺ ശ്രമിക്കുന്നുണ്ട്. അതായത് ലോകം മറ്റൊരു ന്യൂക്ലിയർ സ്പേസ് റേസ് പോലെ ഒരു ന്യൂക്ലിയർ എനർജി റേസിലേക്ക് കടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം കോടികൾ റഷ്യ ഇതിലേക്ക് ഒഴുക്കുന്നത്? ഉത്തരം ലളിതമാണ്: പണം. ആർട്ടിക് മേഖലയിലെ റഷ്യൻ നഗരമായ പെവക്കിന്റെ വികസനത്തിന് ഈ പ്ലാന്റ് അവിഭാജ്യമാണ്. ഈ നഗരത്തിനടുത്തുള്ള ഖനികളിൽ നിന്ന് സ്വർണം, ചെമ്പ്, ടിൻ എന്നിവ വൻതോതിൽ കുഴിച്ചെടുക്കാൻ ഈ ഊർജം സഹായിക്കുന്നു. സാധാരണഗതിയിൽ ആർട്ടിക്കിലേക്ക് ഡീസൽ എത്തിച്ചു വൈദ്യുതി ഉണ്ടാക്കുന്നത് വലിയ ചെലവുള്ള കാര്യമാണ്. കപ്പലുകൾ വഴി ഇന്ധനം എത്തിക്കുന്നത് തണുപ്പുകാലത്ത് അസാധ്യമാകും. എന്നാൽ അക്കാഡമിക് ലോമോനോസോ പോലുള്ള ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ വർഷങ്ങളോളം തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കും. ഓരോ തവണയും ഇന്ധനം നിറയ്ക്കാതെ ഏകദേശം 3 മുതൽ 5 വർഷം വരെ തുടർച്ചയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇതിന് സാധിക്കും. ഇത് ആർട്ടിക്കിലെ ബിസിനസ് ലാഭകരമാക്കാൻ സഹായിക്കുന്നു. റഷ്യയുടെ സാമ്പത്തിക നിലയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി ആർട്ടിക് ഖനനം മാറുന്നതിന്റെ പ്രധാന ചാലകശക്തി ഈ ആണവിനിലയമാണ്. മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും: ഓരോ കാലഘട്ടത്തിലും പുതിയ ഊർജ സ്രോതസ്സുകൾ ആരുടെ കൈവശമാണോ ഉള്ളത്, അവരായിരിക്കും ലോകത്തിന്റെ ഭാവിയെ നയിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ അത് കൽക്കരിയായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ അത് എണ്ണയായിരുന്നു. ഇപ്പോൾ നമ്മൾ ലിഥിയത്തിലേക്കും ആണവോർജത്തിലേക്കും മാറുമ്പോൾ റഷ്യ ഒരു വലിയ റിസ്ക് എടുത്തിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്: ആർട്ടിക്കിലെ ആ തണുത്ത കടലിൽ റഷ്യ തെളിച്ച ഈ ദീപം ലോകരാഷ്ട്രീയത്തിലും ശാസ്ത്രലോകത്തും വലിയ അലയൊലികൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഈ പരീക്ഷണം വിജയിച്ചാൽ ലോകത്തിന്റെ ഏത് മൂലയിലും, ദ്വീപുകളിലും മരുഭൂമികളിലും വൈദ്യുതി എത്തിക്കാൻ മനുഷ്യന് സാധിക്കും. പരാജയപ്പെട്ടാലോ? അത് ചരിത്രത്തിലെ മറ്റൊരു വലിയ പാഠമായി മാറും. മിന്നലിൽ നിന്ന് ഊർജമെടുക്കുന്നതിനെക്കുറിച്ചും ആസ്ട്രോയിഡ് മൈനിങ്ങിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ റഷ്യ കടലിലൂടെ ആണവ നിലയങ്ങളെ ഓടിച്ചുകൊണ്ട് ഒരു പുതിയ ലോകക്രമത്തിന് തുടക്കമിടുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ഭാവിയിലേക്കുള്ള വലിയൊരു മുന്നേറ്റമാണോ, അതോ അപകട സാധ്യതകൾ നിറഞ്ഞൊരു പരീക്ഷണമോ? ഇത് കേവലം ശാസ്ത്രത്തിന്റെ നേട്ടമാണോ, അതോ തന്ത്രപരമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണോ? ആർട്ടിക് മേഖലയിലെ വിഭവങ്ങളെ ചൊല്ലി വരും കാലങ്ങളിൽ രാജ്യങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള മത്സരങ്ങൾക്ക് സാധ്യതയുണ്ടോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത്തരം കൗതുകകരമായ വിഷയങ്ങളുമായി നമ്മൾ എല്ലാ ആഴ്ചയും എത്താറുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.